ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി. അതാണ് ഇപ്പൊ വാർത്ത. പക്ഷേ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ തൂക്കുകയറിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിച്ച CPM-ന്റെ നെറികെട്ട പ്രവൃത്തി ഒരാൾക്കും ചർച്ച ചെയ്യണ്ട. പക്ഷേ ജനങ്ങൾ സത്യം അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം. അപ്പോ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി മാധ്യമങ്ങളോട് ക്ഷുഭിതനായി എന്നുള്ളതാണ് ഇപ്പോ എല്ലാ വാർത്താ ചാനലുകളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഇവിടെ നടന്ന കാര്യം എന്താണ് എന്നുള്ളത്, സത്യാവസ്ഥ എന്നുള്ളത് പൊതുജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കഥ പോലെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് ബോധ്യമാവുള്ളൂ. ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അത് ആത്മഹത്യാ പ്രേരണയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ആത്മഹത്യയാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഒരു അജണ്ടയായിരുന്നു ഈ ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ എന്ന് നമുക്ക് ആരോപിക്കേണ്ടി വരും. അപ്പോ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ CPM എന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഒരു വലിയശാല ഫാം സൊസൈറ്റി എന്ന് പറയുന്ന തിരുമല അനിൽ പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു സൊസൈറ്റിയെ കരുവന്നൂരുമായി കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. അതായത് കരുവന്നൂരിൽ നടന്നത് സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും അഴിമതിയുമാണെങ്കിൽ ഈ ഫാം സൊസൈറ്റിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ്. അതായത് ഈ തിരുമല അനിലിന്റെ കെയർ ഓഫിലാണ് ഏറ്റവും കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ആ സൊസൈറ്റിയിലേക്ക് വന്നത്. 6 കോടിയോളം രൂപ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ തിരിച്ചടവ് മുടങ്ങി. അതോടെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. അവിടെ ഈ ലോൺ ഒന്നും തന്നെ അനധികൃതമായി കള്ള ഡോക്യുമെന്റുകൾ വെച്ച് കൊടുത്ത ലോണുകളല്ല, കരുവന്നൂര് പോലെയല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ ഭാരവാഹിയായിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ആ സൊസൈറ്റി ഭരണം BJPക്കാണ് എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മറ്റുള്ളവർ നടത്തുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് BJP ഭരണസമിതി അല്ല ആ സൊസൈറ്റി നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. പക്ഷെ അത് BJPക്കെതിരെ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു കള്ളപ്രചരണമാണ് നടക്കുന്നത്. സത്യത്തില് BJP സഹായിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJP ആണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അപ്പോ അത് മറ്റൊരു സത്യം. ഇനി കൃത്യമായിട്ടുള്ള ആ ഒരു വിശകലനത്തിലോട്ട് തന്നെ നമുക്ക് വരാം. സത്യത്തിൽ ഈ തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? കഴിഞ്ഞ 4 കൊല്ലങ്ങളായി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ, കൊള്ളരുതായ്മയ്ക്കെതിരെ ഏറ്റവും മുന്നിൽ നിന്ന് സമരങ്ങൾ നയിച്ച ഒരു വ്യക്തിയായിരുന്നു തിരുമല അനിൽ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയാവുന്നത് നികുതി തട്ടിപ്പ് കേസിൽ നടന്ന ഒരു സമരം, അതുപോലെ തന്നെ പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ അനധികൃത നിയമനം, അതിനെതിരെ 56 ദിവസം നീണ്ടുനിന്ന ഒരു സമരം. അങ്ങനെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതിസന്ധിയിലാക്കുന്ന സമരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ഒരു വ്യക്തി അടുത്ത ഒരു സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യത്തിലായിരുന്നു. അതായത് മുട്ടത്തറ എന്ന് പറയുന്ന ആ ഒരു വാർഡിലെ കൗൺസിലർ രാജേന്ദ്രൻ നടത്തിയ അഴിമതി, വാങ്ങിയ കൈക്കൂലി എന്ന് പറയുന്നത് ചർച്ചാ വിഷയമായപ്പോൾ അതിനെതിരെയും ഏറ്റവും മുന്നിൽ നിന്ന് സമരം നയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഈ തിരുമല അനിൽ എന്ന് പറയുന്നത്. അതിനെ തടയിടുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന മാത്രമല്ല, സ്ഥിരമായി CPM-ന് തിരുവനന്തപുരത്ത് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സമരനായകനെ എന്നേക്കുമായിട്ട് ഒതുക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട അത് CPM നടപ്പിലാക്കി. അങ്ങനെ ആ ഒരു ആത്മഹത്യാ പ്രേരണയിലൂടെ അവർ ഫലം കണ്ടു. ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് തരത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, അത് രാഷ്ട്രീയ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് ആ വ്യക്തിയെ തൂക്കുകയറിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന MLA കൂടിയായിട്ടുള്ള ജോയി പത്രസമ്മേളനം വിളിച്ചു. അനിലിനെതിരെ ആരോപണം ഉന്നയിച്ചു. CPM-നെ രക്ഷിക്കാനുള്ള ഒരു നെറികെട്ട, വൃത്തികെട്ട, ഒരു മനുഷ്യത്വമില്ലാത്ത നടപടി സ്വീകരിച്ചു എന്നുള്ളത് ജനങ്ങൾ അറിയണം. അതായത് സത്യത്തിൽ അവിടെ പ്രതിസന്ധി മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഒരു സൊസൈറ്റിയിൽ. പക്ഷേ
ഇവര് ചെയ്തത് എന്താ? അവിടുത്തെ നിക്ഷേപകരെ കൈക്കലാക്കി ആ നിക്ഷേപകരെ കൊണ്ട് പണം തിരികെ ചോദിപ്പിച്ചു. എന്നിട്ട് പരാതി പോലും ഇല്ലാതെ തമ്പാനൂർ പോലീസ് എന്ന് പറയുന്നത് നിരന്തരമായി ഈ അനിലിനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ച് അധിക്ഷേപിക്കുക, ഹരാസ് ചെയ്യുക എന്നുള്ള ഒരു നടപടി നടത്തിക്കൊണ്ടു ഇരിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ഒരു പ്രശ്നം വന്നപ്പോ CPM കൃത്യമായിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി. അതായത് സമരത്തിൽ മുന്നിട്ടിറങ്ങിയാൽ, ഇനി CPM-നെതിരെ നാവ് ചരിച്ചാൽ, ശബ്ദമുയർത്തിയാൽ ആ ബാങ്കിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ചർച്ചാ വിഷയമാക്കി അത് അഴിമതി എന്ന് പറയുന്ന ചീത്തപ്പേരിലോട്ട് എത്തിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും, അതോടെ ആ രാഷ്ട്രീയ ഭാവി തന്നെ നശിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണി CPM നടത്തി എന്നുള്ള ഒരു സത്യാവസ്ഥ കേരള ജനത അറിയണം. അതോടൊപ്പം തന്നെ ആ ഒരു സംഭവത്തിന് ശേഷം, ഭീഷണി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്, ആ ഒരു സംഭവത്തിന് ശേഷം കഴിഞ്ഞ 7-8 മാസങ്ങളായി ഒരു സമരത്തിലും മുന്നിട്ടിറങ്ങാത്ത ഒരു വ്യക്തിയായി തിരുമല അനിൽ എന്ന് പറയുന്നത് മാറി. CPM-നെതിരെ ശബ്ദിക്കാത്ത ഒരു വ്യക്തിയായി ഈ അനിൽ മാറി. മാത്രമല്ല, BJP അദ്ദേഹത്തിന് കൗൺസിലിൽ സംസാരിക്കാൻ വിഷയങ്ങൾ നൽകുമ്പോൾ ബാങ്കിന്റെ പ്രതിസന്ധി അതിന്റെ തിരക്കിലാണ്, അതുകൊണ്ട് പഠിച്ച് ഈ വിഷയം കോർപ്പറേഷൻ യോഗത്തിൽ സംസാരിക്കാൻ സമയമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഒരു വ്യക്തിയാണ് അനിൽ എന്ന് പറയുന്നത്. അങ്ങനെ CPM-ന്റെ ഭീഷണിക്ക് വഴങ്ങി ജീവിതത്തിൽ ഭയപ്പാടോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന കൗൺസിലറുടെ അഴിമതി കൈക്കൂലി പുറത്തോട്ട് വന്നപ്പോ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ആ ഭീഷണി മൂർധന്യാവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് CPM എന്ന് പറയുന്ന കേരളത്തിലത്തെ നെറികെട്ട അഴിമതി പാർട്ടി എന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം.